ഹായ് ഗായ്സ്, PS സ്പോർട്സ് ആൻഡ് വ്ളോഗ്സിൻ്റെ മറ്റൊരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ പ്രീ സീസൺ മത്സരമായ കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ഈസ്റ്റ് ബംഗാൾ മത്സരത്തെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് പറയാൻ പോകുന്നത്. കാരണം ഇത് പലർക്കും അറിയുന്ന കാര്യവും, കാരണം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇൻസ്റ്റാഗ്രാമിലെ പേജ് നോക്കുന്നവർക്ക് മനസ്സിലായി കാണും. അതുപോലെ തന്നെ ട്രാൻസ്ഫർ മാർക്കറ്റും ഇത് പുറത്തുവിട്ടിരുന്നത്. അപ്പോൾ നാളെയാണ് ഈ മത്സരം നടക്കുന്നത്. അപ്പോൾ നാളെ 10-ാം തീയതിയാണ്, ചൊവ്വാഴ്ചയാണ്. അപ്പോൾ നാളെയാണ് ഈ മത്സരം നടക്കുന്നത്. വൈകിട്ടോടെയാണ് ഈ ഒരു മത്സരം നടക്കുന്നത്. അപ്പോൾ ഈ മത്സരത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്ക് ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്തിടുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫോളോ ചെയ്യാൻ താഴത്തെ ലിങ്ക് ഉണ്ട്. അപ്പോൾ എന്തായാലും ഫോളോ ചെയ്യാം. അപ്പോൾ എന്തായാലും വീഡിയോയിൽ കിടക്കാം. അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് വീണ്ടും ഒരു 3ാമത്തെ പ്രീ സീസൺ മാച്ചിലാണ് ഇറങ്ങുന്നത്. വേറൊരു കളിയും കൂടി, ഇനി 4 പ്രീ സീസണാണ് ആകെ കൂടി കേരള ബ്ലാസ്റ്റേഴ്സിനുള്ളത്. ആദ്യത്തെ പ്രീ സീസൺ ഹൈദരാബാദ് FC-യോടൊപ്പം 2-0 വിജയിക്കുകയായിരുന്നു. അത് നമ്മുടെ തൃശ്ശൂർകാരനെ കൂടിയ KP രാഹുലാണ് ആ 2 ഗോളും സ്കോർ ചെയ്തത്. അതുപോലെ തന്നെ കഴിഞ്ഞ മത്സരം മുംബൈ സിറ്റി FC-യോടൊപ്പം 0-0 സമനിലയായിരുന്നു. കാരണം അത് വലിയ അത്ഭുതം പറയാറില്ല. കാരണം കേരള ബ്ലാസ്റ്റേഴ്സ് മോശം പ്രകടനമല്ല കാഴ്ചവെച്ചത്. കാരണം മുംബൈ സിറ്റി 2 ഫോറിൻ പ്ലേയേഴ്സിനെ വെച്ചിട്ടാണ് ഇറങ്ങിയത്. പക്ഷേ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ഇന്ത്യൻ സ്ക്വാഡിനെ വെച്ച് ആണ് കളിച്ചിട്ടുള്ളത്. അപ്പം ഒരു 0-0 സമനില ഒരു നല്ലൊരു റിസൾട്ട് തന്നെയായിരുന്നു ആ മാച്ചിൽ കിട്ടിയിരുന്നത്. അപ്പോൾ പുതിയൊരു മാച്ചിലേക്ക് കടക്കുമ്പോൾ ഒരു വിജയം തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ലക്ഷ്യമിടുന്നത്. കാരണം 4 ഫോറിൻ പ്ലേയേഴ്സിനെ വെച്ചാണ് കളിക്കുന്നത്. ഒന്ന് വിസന്റെ ഗോമസ്, അതുപോലെ തന്നെ കോസ്റ്റ ഹമ്യൂണിസു, അതുപോലെ തന്നെ സെർജിയോ സിഡോഞ്ച, അതുപോലെ തന്നെ ഗാരി ഹൂപ്പർ. ഈ 4 താരങ്ങളും നാളെ ഇറങ്ങുന്നുണ്ടാവുമെന്ന് ഒഫീഷ്യൽ കൺഫർമേഷനും കൂടി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഗോൾ കീപ്പിങ്ങിലേക്കൊക്കെ നോക്കുമ്പോൾ നല്ലൊരു ഗോൾ കീപ്പിംഗ് നമുക്ക് പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട് ഈ പ്രീ സീസണിൽ. കാരണം ഇതുവരെ ഒരു ഗോൾ വഴങ്ങിയിട്ടില്ല, 2 ക്ലീൻ ഷീറ്റ് വന്നു. അപ്പോൾ നമുക്ക് ഈ ഇവരുടെ നാളത്തെ ലൈനപ്പിലേക്ക് പോകുമ്പോൾ കൂടുതലും 4-2-3-1 എന്ന ഫോർമാറ്റിലാണ് നിൽക്കാൻ സാധ്യത. ഗോൾ കീപ്പിലേക്ക് പോകുമ്പോൾ ആൽബിനോ ഗോമസ്, അതുപോലെ തന്നെ ഡിഫൻസിലേക്ക് കടക്കുമ്പോൾ 2 സെൻറ്റർ ബാക്കായിട്ട് 2 താരങ്ങളാണ്. കോസ്റ്റ ഹമ്യൂണിസ് ആൻഡ് അബ്ദുൾ ഹക്കു. അതുപോലെ തന്നെ ലെഫ്റ്റ് ബാക്കായിട്ട് ജസൽ കാർണേറോ, അതുപോലെ തന്നെ റൈറ്റ് ബാക്കായിട്ട് നിഷു കുമാർ. അതിൽ ഡിഫൻസീവ് മിഡ്ഫീൽഡിലേക്ക് പോകുമ്പോൾ രോഹിത് കുമാർ ആൻഡ് വിസന്റെ ഗോമസ്. അതുപോലെ തന്നെ അറ്റാക്കിംഗ് മിഡ്ഫീൽഡിൽ നോക്കുമ്പോൾ സെർജിയോ സിഡോ, സഹൽ അബ്ദുൾ സമദ്, KP രാഹുൽ. അറ്റാക്കിങ്ങിലേക്ക് പോകുമ്പോൾ ഗാരി ഹൂപ്പർ. അപ്പോൾ ഇതൊരു വിജയം അനിവാര്യമായ കളി തന്നെയാണ്. കാരണം നമ്മുടെ ഈസ്റ്റ് ബംഗാൾ ഫാൻസും കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻസുമായിട്ട് പൊരുങ്ങിയൊരു തല്ല് പോലെയാണ് സംഭവം. അപ്പോൾ അവർക്കൊരു പ്രതികാരം കൊടുക്കുന്ന അത്യാവശ്യമാണ്. എന്തായാലും കളി വിജയം പ്രാർത്ഥിക്കുന്നു. അടുത്ത വീഡിയോ വരെ ഗുഡ് ബൈ.